പാഠം 479 പ്രണയത്തിന്റെ ബാലപാഠങ്ങൾ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ആര് പറഞ്ഞു? അതെയോ? അങ്ങനെയൊന്നുമില്ല സാർ. ഭാമ ബാധിച്ച കേസായിരുന്നു. ഈ കേസ് ജയിച്ചു കഴിഞ്ഞപ്പോ ആ പിള്ളേർക്ക് തൽക്കാലം താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഈ 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് കരുതി ഇവിടെ താമസിക്കാൻ ഞാൻ പറഞ്ഞു. അതെ സാർ. ഈ പെയിന്റ് കട നടത്തുന്ന പ്രഭാകരന്റെ മകൻ മണികണ്ഠനും ബ്ലേഡ് കമ്പനി നടത്തുന്ന കുര്യാക്കോസിന്റെ മകൾ അനീലയുമാണ് കക്ഷികൾ. അവരുടെ ഉണ്ട്. ഇവിടുത്തെ അടുക്കള ജോലി മുഴുവൻ ചേച്ചിയാണല്ലേ? അക്കൂട്ടത്തില് വക്കീല് പണി എല്ലാം കൂടി വലിയ കഷ്ടപ്പാടല്ലേ? കഷ്ടപ്പാടല്ലേ ജീവിക്കാൻ പറ്റൂ. പിന്നെ ഇവിടെ ഞാനും മോഹനേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ ധാരാളാ. സാർ അടുക്കള ജോലിയിലൊക്കെ ചേച്ചി സഹായിക്കില്ലേ? പിന്നെ ഭയങ്കര സഹായം. ഞാൻ അടുക്കളയിൽ കയറി വല്ലതും വെച്ചുണ്ടാക്കി ഒരു പാത്രത്തിലാക്കി മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എന്റെ മോഹനേട്ടൻ എന്നെ സഹായിക്കും. ഇനി ആ ജോലി കൂടി ഞാൻ ചെയ്യേണ്ടി വരും എന്നതാണ് എന്റെ പേടി. മണികണ്ഠനെ കൊണ്ട് പക്ഷേ ഞാൻ വീട്ടിലെ സകല ജോലിയും ചെയ്യിക്കും. പെണ്ണുങ്ങൾ മാത്രം അടുക്കള പണി ചെയ്തിട്ട് കാര്യം എന്താ? ഇതൊക്കെ ഒരു തർക്കത്തിന് പറയാൻ കൊള്ളാന്നേ ഉള്ളൂ. പക്ഷെ കാര്യത്തോടക്കുമ്പോ അതൊന്നും നടക്കില്ല. വേണമെങ്കിൽ നമുക്ക് തർക്കിച്ച് ജയിക്കാം. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ സ്നേഹത്തിന് മുന്നിൽ തോറ്റു കൊടുക്കും. അങ്ങനെ തോറ്റു കൊടുക്കരുത് ചേച്ചി. ഒളിച്ചോടി പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന മണികണ്ഠൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരുമിച്ച് ജീവിക്കുമ്പോ എല്ലാ ഉത്തരവാദിത്വവും ഷെയർ ചെയ്യാമെങ്കിലേ ഞാൻ വരുന്നുള്ളൂ എന്ന്. മണികണ്ഠൻ സമ്മതിച്ചു. ഇതെല്ലാം സമ്മതിക്കും. പക്ഷേ കാര്യത്തിലൊടുക്കുമ്പോ എന്താ ഉണ്ടാവുക എന്ന് അലീന കാത്തിരുന്ന് കണ്ടാ മതി. ഒരു ജോലിക്കാരി വെച്ചൂടെ? ആവായിരുന്നു. പക്ഷേ മോഹനേട്ടൻ ഞാൻ വെച്ചുണ്ടാക്കുന്നത് കഴിച്ചാലേ തൃപ്തിയാവുള്ളൂ. മോഹനേട്ടന്റെ ആ വാശി എനിക്കും കുറച്ചിഷ്ടമാ. മണികണ്ഠൻ എവിടെ? പുറത്തുണ്ട്. എന്നെ അവിടെ പിടിച്ചു നിർത്തിയതാ. ഞാൻ എപ്പോഴും അടുത്തുണ്ടാവണമെന്നാ കക്ഷിയുടെ ആഗ്രഹം. പക്ഷേ വേറൊരു വീട്ടിൽ താമസിക്കുമ്പോ അടുക്കള ജോലിയിലെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ? അതിനാ ഞാൻ വന്നത്. ഇവിടെ ഇപ്പൊ എനിക്ക് ഒരു സഹായം ആവശ്യമില്ല. കല്യാണം കഴിച്ചിട്ട് 48 മണിക്കൂറല്ലേ ആയുള്ളൂ. ആണുങ്ങളുടെ സ്നേഹം കിട്ടണമെങ്കിൽ ഇപ്പൊ വാങ്ങിക്കൊള്ളാം. പിന്നെ ജോലിയും തിരക്കൊക്കെ ആയാൽ മണികണ്ഠൻ അലീനെ മൈൻഡ് ചെയ്യുന്നൂടി വരില്ല. അതുകൊണ്ട് ചെല്ല്, പോയി 2 കൊച്ചു വർത്താനം പറ. ഇതൊക്കെ എന്നും കണ്ടാ മതിയായിരുന്നു. ചായ എടുത്തില്ലേ? ചായ എടുത്തിട്ടുണ്ട്. അലീനോട് 1-2 പറഞ്ഞ സമയം പോയി. പാവം പിള്ളേര്. ഇന്നലെ മോഹനേട്ടൻ അങ്ങനെ മനസ്സലിവ് തോന്നിയോണ്ട് ഇന്ന് അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇന്നലെ ഞാനൊരു മനസ്സലിവ് കാണിച്ചു എന്നോർത്ത് ഭാവിയിലും അത് ആവർത്തിക്കരുത്. നിന്റെ കക്ഷികളൊക്കെ ഇവിടെ താമസിക്കേണ്ടി വന്നാൽ ഈ വീടിന്റെ അവസ്ഥ എന്താവും? അവര് പാവം കുട്ടികളല്ലേ, നല്ല അടക്കം ഒതുക്കമുണ്ട്. ഇപ്പൊ തന്നെ അവിടെ ഒന്ന് ചോദിക്കുക, അടുക്കള എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. ചായ. നാട്ടുകാർ നോക്ക്. നീയല്ലേ പറയുന്നത് അടക്കം ഒതുക്കമുള്ള പിള്ളേരാണെന്ന്? അവരെന്താ അവിടെ കാട്ടിക്കൂടി നോക്ക്. എന്താ ചുറ്റി പ്രേമം? നടക്കില്ല. എന്താണ് ഇവരെന്താ സിനിമ വിളിക്കുന്നു?
അത് വേണ്ട. എന്താ ഇതിനാണ് ഇത്ര വലിയ ടെൻഷൻ? ഇവരെ ഭാര്യ ഭർത്താവല്ലേ, പിന്നെന്താ? നമ്മൾ ഭാര്യ ഭർത്താവല്ലേ, എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അത് അവരുടെ കുഴപ്പമാണ്. മോഹനേട്ടാ, ഭാര്യ ഭർത്താവുമ്പോ ചിലപ്പോ ചിരിക്കും, കളിക്കും, ഓടും, ചാടും, കെട്ടിപ്പിടിക്കും. ചിലപ്പോ ഒരു ഉമ്മയും കൊടുത്തിരിക്കും. അതിലെന്താ? അതൊക്കെ മറ്റുള്ളവരെ കാണിച്ചല്ലേ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ വേറെ ആരും കാണാനില്ലല്ലോ. നമ്മളിവിടെ നിക്കണ്ടാന്ന് വെക്കണം. അപ്പൊ തീർന്നുള്ള കാര്യം. അത് കൊള്ളാലോ, എന്റെ വീട്ടിൽ ഞാൻ നിൽക്കണ്ടേ? നിങ്ങൾ എന്താ കൈ കാണിച്ചു കൊടുത്തത്? ഞാനും ഭാമയും കൂടി ഇവിടെ താമസിക്കുന്ന എത്ര കാലമായി? ഇതുവരെ നാട്ടുകാരെ കൊണ്ട് അയ്യച്ചത് പറയിപ്പിച്ചിട്ടില്ല. അറിയോ നിങ്ങളോ? എന്റെ വീട്ടിൽ ഇങ്ങനെ. അപ്പോ നിങ്ങളുടെ വീട്ടിലായിരുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യായിരുന്നു? അയൽപക്കത്ത് വേറെ ആർക്കും താമസിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയാണോ മനുഷ്യന് പെരുമാറുന്നത്? കഷ്ടം. അഹങ്കാരി. ഇവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കില്ല. എന്താ മോനേട്ടാ? അവർക്ക് കുട്ടിക്കളി കളിക്കാൻ ആളാണോ ഞാൻ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ? ഒരു വില്ലേജ് ഓഫീസർ നടുക്ക് നിർത്തി പ്രേമനാടകം കളിക്കാന്ന് വെച്ചാല് ആ പെണ്ണിന്റെ കൈ കയറി പിടിച്ചു. പക്ഷേ ഇതൊന്നും ഞാൻ സമ്മതിച്ചില്ല. എന്റെ മോഹനേട്ടാ, ഒരു ഗൗരവമില്ലാത്ത കാര്യത്തിന്റെ പേരില് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? പ്രേമിച്ച് കെട്ടിയവരാണ് അവർ രണ്ടുപേരും. അപ്പൊ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. മോഹനേട്ടന് പ്രേമത്തെ പറ്റി ഒരു മണ്ണങ്ങട്ടെ അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ മറ്റൊന്നും കാണില്ല. അവരാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് 2 ദിവസം ആയുള്ളൂ താനും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മോഹനേട്ടന് ആകെ അറിയാവുന്നത് സിദ്ധാന്തം പറയാനും വഴക്കുണ്ടാക്കാനുമാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം എത്രയായി? ഇതുവരെ എന്റെ മുഖത്ത് നോക്കി ഒരു ഐ ലവ് യു മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? അതാണ് പറയുന്നത്, മോഹനേട്ടന്റെ പ്രണയത്തെ പറ്റി ഒരു ചുക്കും അറിയില്ലെന്ന്. മനുഷ്യ ജീവിതത്തിൽ പ്രണയം പോലെ ലോലമായ മറ്റൊരു വികാരവും ഇല്ല. ലോക ചരിത്രത്തിൽ പ്രണയം പോലെ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ടോ മോഹനേട്ടാ? ദുഷ്യന്തനും ശകുന്തളയും, റോമിയോയും ജൂലിയറ്റും, ലൈലയും മജ്നുവും, ഷാജഹാനും മുംതാസും, ആന്റണിയും ക്ലിയോപാട്രയും. അങ്ങനെ എത്ര ഉദാഹരണങ്ങളാ മോഹനേട്ടാ. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അനർക്ക നിർഗളം ഒഴുകുന്ന ഒരു അരുവിയാണ്. അതിന്റെ തണുപ്പും സന്തോഷവും അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിന്റെ വില അറിയൂ. നീ എവിടെ പഠിച്ചത്? സത്യത്തിൽ മണികണ്ഠൻ അല്ലിനോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ കാണുമ്പോഴേ എനിക്ക് കൊതിയാവുക. എന്റെ മോഹനേട്ടൻ ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് നോക്കി ഭാമേ നീ എന്റെ പ്രാണനാണ് എന്നൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. മണികണ്ഠന്റെ മോഹനേട്ടൻ അത്ര ലോകം ഓരോന്നും കാണില്ല. അവൻ വില്ലേജ് ഓഫീസറും ആയിരിക്കില്ല. പക്ഷേ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് അവനറിയാം. മോഹനേട്ടന് അതറിഞ്ഞൂടാ. അതറിയാത്തതുകൊണ്ടാണ് അവർ ചെയ്യുന്നതൊക്കെ മോഹനേട്ടന് കുറ്റമായിട്ട് തോന്നുന്നത്. മനസ്സിൽ പ്രണയമില്ലാത്ത മനുഷ്യൻ വെറും യന്ത്രമാണ് മോഹനേട്ട, യന്ത്രം. നമസ്കാരം സാറേ. സാറിന് നേരത്തെ ആണല്ലോ, എന്തു പറ്റി? എങ്ങനെ വീട് ഇരിക്കും? എന്താണ് എന്താണ് സാറേ അവിടെ നടക്കുന്നൊന്നും പുറത്തു പറയാൻ പറ്റില്ല. എന്താണ് സാറേ അങ്ങനെ? ഉത്തമ, എന്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ആ മണികണ്ഠനോടും അലീനയോടും എന്റെ വീട്ടിൽ കയറി താമസിച്ചോ എന്ന് പറഞ്ഞത്. അതിപ്പോ എനിക്കെന്നെ കുറിച്ചായി. എന്താണ് സാറേ പ്രശ്നം? പറ. ഒരു നാണവും മാനവും ഇല്ലാത്ത പിള്ളേരാ ഉത്തമ. അവർ 24 മണിക്കൂറും കൊഞ്ചി കുഴഞ്ഞും കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കാൻ. അതാണ്. ഞാനും ഭാമയും ആ വീട്ടിലുണ്ടെന്ന ചിന്തയെങ്കിലും വേണ്ടേ? അത് പിന്നെ കാര്യാക്കട്ടെ സാറേ. അവര് പുതുമോടിയല്ലേ. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും എന്നാണ് ശാസ്ത്രം.
ഒരു 6 മാസം കഴിഞ്ഞോട്ട് പിന്നെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സാറിന്. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു ദിവസം പോലും ഇങ്ങനെ നടന്നിട്ടില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ മറ്റാരും കാണാതെ നടത്തേണ്ടത്. സാറേ, ഇപ്പോഴത്തെ പിള്ളേരോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് എല്ലാ കാര്യത്തിലും അവരുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. അതൊന്നും എന്റെ വീട്ടിൽ നടക്കില്ല. അവരെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമല്ലോ ഉത്തമ. അതിനെന്താ ഒരു വഴി? എന്റെ സാറേ, ഇനിയിപ്പോ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ അവര് തിരുവനന്തപുരത്തോട്ട് പോകുമല്ലോ. അതുവരെ സാർ ഒന്ന് ക്ഷമിക്ക്. എങ്ങനെ ക്ഷമിക്കും? വന്ന് ഭാമയും അവരുടെ പക്ഷത്താ. മണികണ്ഠനും അലീനയും കാണിക്കുന്ന വൃത്തികേടുകളെ പറ്റി ഞാൻ അവളോട് പറഞ്ഞപ്പോ ഭാമ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? എന്താ? ഈ പ്രണയം എന്ന് പറയുന്നത് അനർഘ നിർഗളം മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു വികാരമാണെന്ന്. എങ്ങനെ 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 അനർഘ നിർഗളം അതിന് പറഞ്ഞ ഉത്തരം മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവര് കാണിച്ചു കൂട്ടുന്ന കണ്ട് ഭാമയ്ക്ക് ഒരു രസം പിടിച്ചിരിക്കുക. ഇനി ഞാനും അങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ഭാമ പറഞ്ഞാൽ അതിപ്പോ വേറെ ആരും അല്ലല്ലോ, സാറിന്റെ സ്വന്തം ഭാര്യയല്ലേ അങ്ങനെ പറയുന്നത്. വക്കീല് പറയുന്ന പോലെ അങ്ങനെ പെരുമാറണം. ഇത് വലിയ കാശ് കൊടുക്കുള്ള കാര്യമൊന്നുമല്ലല്ലോ സാറേ. ഭാര്യമാരെ ഒതുക്കി നിർത്താൻ നിസ്സാരമായ ചില നമ്പറുകൾ മതി. സാർ ഒന്ന് മെനക്കെട്ട വക്കീല് പിന്നെ ജമ്മത്ത് സാറിന്റെ അടുത്ത് വഴക്ക് കൂടെയില്ല. ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് തന്നെ മുഴുവനും അഭിനയമല്ലേ? എന്ത്? ഉത്തമൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ഓ, ഇതൊക്കെ അറിയാം. കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? തീ ചവിട്ടിയാ പൊള്ളു ഒന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. അത് തീ ചവിട്ടി നോക്കിയാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പോണു സാറേ. പിന്നെ കൃത്യം 9:30 പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട് വരെ ഒന്ന് പോണം. പോട്ടെ സാറേ, കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഉത്തമനും അതേ സ്വഭാവം. ഇവരൊക്കെ കൂടി നാടിന്റെ സദാചാരവും മര്യാദയും ഒക്കെ നശിപ്പിക്കും. എന്തായാലും മോനുഷ സാർ ഇത് സമ്മതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പ്രേമം എന്ന് പറയുന്നത് കൊടും പാപമാണെന്ന് ഇന്നലെയും കൂടി സാറ് നമ്മളോട് പറഞ്ഞല്ലേ. എന്നിട്ട് ഒളിച്ചോടി വന്ന മണികണ്ഠനെയും അലീനയെയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. അതാ കാഞ്ഞന സാറെ ഞാൻ എപ്പോഴും പറയുന്നത്, മോഹനേഷ് സാറ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പറച്ചിലൊക്കെ ഒരു വഴിക്ക്, പ്രവൃത്തി വേറൊരു വഴിക്ക്. അതാ സാറിന്റെ രീതി. ഇക്കാര്യത്തിൽ നിങ്ങൾ മോഹനേഷ് സാറിനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. തൽക്കാലത്തേക്ക് താമസിക്കാൻ സ്ഥലം വേണമെന്ന് ആ പിള്ളേർ പറഞ്ഞപ്പോ മനുഷ്യത്വം കൊണ്ട് മോഹനേഷ് സാർ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേമിച്ചു കെട്ടിയ രണ്ടുപേരും മോനേഷ് സാറിന്റെ വീട്ടിൽ താമസിക്കുന്നതേ രസമായിരിക്കും. ഒന്നുകിൽ അവര് വിവരം അറിയും, അല്ലെങ്കിൽ പ്രേമം എന്താണെന്ന് സാറ് പഠിക്കും. ഇതൊക്കെയാണോ രാവിലെ വില്ലേജ് ഓഫീസിൽ വന്നിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ? അല്ല സർ, ആ മണികണ്ഠനെ അലീനെ സാറ് വീട്ടിൽ താമസിക്കുന്നു പറഞ്ഞപ്പോ സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. സാറിത് സമ്മതിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനും പോകാൻ വേറെ സ്ഥലങ്ങൾ പറഞ്ഞപ്പോ 2 ദിവസത്തേക്ക് വീട്ടിൽ താമസിച്ചോട്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ അതിപ്പോ വലിയ പുലിവാലായിരിക്കും. അതെന്താ സാറേ? ശിശുപാല, അവർ രണ്ടുപേരും കൂടി എന്റെ കൺമുന്നിലൂടെ കെട്ടിപ്പിടിച്ച് നടക്കുക. അത് മര്യാദയാണോ? അതിപ്പോ കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താ പ്രശ്നം? എങ്കിൽ കാഞ്ചനയും പ്രഹ്ലാദനും കൂടി ബസ് സ്റ്റാൻഡിൽ പോയി കെട്ടിപ്പിടിച്ചല്ലേ? ബസ് സ്റ്റോപ്പിലല്ലല്ലോ സാറേ മണികണ്ഠനും അലീനയും കൂടെ കെട്ടിപ്പിടിച്ചത്, വീട്ടിലല്ലേ? എന്റെ വീട്ടിൽ എന്റെ കൺമുന്നിൽ വെച്ച്. ഇത് എവിടത്തെ മര്യാദയാണ്? എന്റെ സാറേ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാ. സാർ അത് കണ്ടില്ലെന്ന് നടിച്ചാ മതി. എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും? കൺമുന്നിൽ ഇത്തരം വൃത്തികൾ നടക്കുമ്പോ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും? വക്കീൽ എന്ത് പറഞ്ഞു സാറേ? അതല്ല തമാശ. ഭാമ ഒരു സ്ത്രീയാണെന്ന് പോലും മറന്ന് അവരെ ന്യായീകരിക്കുക. ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതെന്നും ഞാൻ ആ മണികണ്ഠനെ കണ്ടു പഠിക്കണം എന്നോട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ഒരു സഹായം ചെയ്യാൻ പോയത് സാറിന് പാരയായി. നാളെ കൂടെ അങ്ങ് സഹിച്ചാൽ മതിയല്ലോ. ഇനി മേലിൽ ഇത്തരം ഒരെണ്ണത്തിനെ വീട്ടിൽ കേട്ടില്ല. പ്രേമം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും അനർഘ നിർഗളം പുറത്തേക്ക് എടുക്കുന്ന ഒരു നദി പോലെയാണെന്ന് ഭാമ പറയുന്നു. ഒഴുക്കിയാൽ നാളെ കൊണ്ട് നിർത്തും.
എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 ദിവസം കൊണ്ട് മോഹനേഷ് സാറിന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. കളിച്ച് കളിച്ച് സാറ് ഒരു പ്രേമജീവിയാവോന്ന എന്റെ സംശയം. നടന്നത് തന്നെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അന്ന് കാക്ക മലന്ന് പറയും. ശിശുപാല! എന്റെ അമ്മ എന്നെയാണല്ലോ. എന്താണാവോ പ്രശ്നം? ചെന്ന് നോക്ക് ശിശുപാലൻ ചേട്ടാ. സാർ, ഞാൻ ഒരു ധർമ്മസങ്കടത്തില. ആ പിള്ളേരെ വീട്ടിൽ കയറി താമസിപ്പിക്കുകയും ചെയ്ത് അതിപ്പോ ഒരു തലവേദനയായി മാറുകയും ചെയ്തു. അവരെ ഒഴിവാക്കാൻ ഒരു വഴി. അതിപ്പോ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ സാർ, ക്ഷമിച്ചു കളയണം. എങ്ങനെ ക്ഷമിച്ചു കളയും? അവര് കാണിക്കുന്ന തോന്നിവാസങ്ങൾ കണ്ടില്ലെന്നടിക്കാം. പക്ഷെ ഭാമ ഇപ്പൊ പറയുന്നത് ഭാര്യയും ഭർത്താവായ അങ്ങനെ ആവണമെന്നാ. വക്കീല് പറയുന്നതിലും കാര്യമുണ്ട് സാറേ. ഈ കുടുംബജീവിതത്തിൽ കുറച്ച് പ്രേമമൊക്കെ ആവാം. നമ്മൾ അടുത്തുകൂടി സ്നേഹത്തിൽ വർത്താനം പറയുന്നത് കൊഞ്ചിക്കുന്നതൊക്കെ ഭാര്യമാർക്ക് വലിയ ഇഷ്ടമാണ്. ഞാനും കെട്ടിയോളും തമ്മിൽ ഒരു വഴക്കുണ്ടായ അത്തരം പ്രയോഗങ്ങളാണ് ഞാൻ പ്രയോഗിക്കാറ്. അവള് മുഖം വീർപ്പിച്ചിരിക്കുമ്പോ അടുത്തുകൂടി ചക്കരേ എന്നൊന്ന് വിളിക്കും. തീർന്ന പ്രശ്നം. ചക്കരയെന്ന് അതിനൊരു സാധനമല്ലേ? ഓ സാറേ, ഭാര്യയും ഭർത്താവും മാത്രം ഉള്ളപ്പോ പരസ്പരം എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ കൊടുക്കാം. ശിശുപാലിന് ഇപ്പൊ എത്ര വയസ്സായെന്നാ പറഞ്ഞത്? സാറേ, പ്രേമവും പ്രായവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നത് ഭാര്യയ്ക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ അത് പറയാതിരിക്കുന്നത് എന്തിനാ സാർ? ഇത് തന്നെ പറ്റിയ സമയം. എനിക്ക് പ്രേമിക്കാൻ അറിയാമോ ഇല്ലെന്ന് കാണിച്ചു കൊടുക്കാം. ഈശ്വര, ഭാമേ, എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ? ദുഷ്യന്തൻ ശകുന്തളയെ സ്നേഹിച്ചത് പോലെ, റോമിയോ ജൂലിയറ്റിനെ സ്നേഹിച്ച പോലെ, മജ്നു ലൈലയെ സ്നേഹിച്ച പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ മനസ്സിന്റെ അഗാധങ്ങളിൽ നിന്നും അനർഘ നിർഗളം ഒരരുവിയായി പ്രണയം ഒഴുകുകയാണെന്നുള്ളതാണ് സത്യം. അലീന, മോഹനന്റെ ഷർട്ട് അലീന കഴിവൊന്നും വേണ്ട, ഞാൻ കഴിക്കോളാം. നീ പോയി ആ ചായ കളിക്കുമെന്ന് വാങ്ങി വെച്ചാൽ മതി. ശരി. ഇന്നത്തോടുകൂടി ഭാമയുടെ പരാതി തീരും. ഇനി മേലിൽ എനിക്ക് പ്രേമിക്കാറിനോടൊന്ന് പറയരുത്. പ്രിയപ്പെട്ടവളെ, ഇതുവരെ തുറന്നു പറയാതിരുന്നൊരു സത്യം ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തുറന്നു പറയാതിരുന്നുകൊണ്ട് നീ കരുതി എനിക്ക് നിന്നോട് പ്രണയമില്ല എന്ന്. പക്ഷേ എന്റെ പ്രണയം പറയാതെ തന്നെ നീ മനസ്സിലാക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല. ഇപ്പോഴെങ്കിലും ഞാനെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നീ എന്റെ മനസ്സ് മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് ഞാൻ പറയാ, ആ തടിയ മണികണ്ഠനെ പോലെ ഒന്നല്ലേ, അതിനേക്കാളും പ്രേമം എന്റെ മനസ്സിലുണ്ട്.
മണികണ്ഠനൊക്കെ കാണിക്കുന്ന മുഴുവൻ അഭിനയ. പക്ഷെ എന്റെ സ്നേഹം അങ്ങനെയല്ല. ഇനി അതൊക്കെ മനസ്സിച്ചിട്ട് എന്താ കാര്യം? ഇതുവരെ ഒരിക്കൽ പോലും നിന്നോട് തുറന്നു പോകാത്ത കാര്യം ഞാൻ പറയട്ടെ. ഐ ലവ് യു. അപ്പൊ ഇതാണ് മനസ്സിലിരിപ്പ്? അതെ, തീർച്ചയായും. അയ്യോ, ഞാൻ ആള് മാറിപ്പോയതാ. ഞാൻ പോട്ടെ. മോഹനകൃഷ്ണൻ സാറേ, സാർ എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ സാർ നിന്നോട് പ്രേമാണെന്നല്ലേ? കൊള്ളാലോ. ഞാൻ കുട്ടിയോടല്ല പറഞ്ഞത്. പിന്നെ ആരോടാ? സാറേ, വേഷം കെട്ടിലൊന്നും വേണ്ട. രാവിലെ ഞാനും മണികണ്ഠനും കൂടെ ഒന്ന് ചിരിച്ചു കളിച്ചപ്പോ എന്തൊക്കെ പുകില ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ ആരും ഇല്ലാത്ത നേരം നോക്കി വന്നിട്ട് ഐ ലവ് യു എന്ന്. സാർ ഇത്ര വൃത്തികെട്ടാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ പ്രശ്നം? മണികണ്ഠ, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ സാറ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. മഹാവൃത്തി കെട്ടവനാ. ഇങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കുന്നതോ. എന്താ സാർ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? എനിക്കറിഞ്ഞും കൂടാ. സാറിന് അറിഞ്ഞിട്ടാണോ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ പ്രശ്നം? ചേച്ചി എന്താ പറഞ്ഞത്? ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മാന്യൻ ഈ സാറാണെന്നോ? ഭാര്യയില്ലാത്ത നേരം നോക്കി വേറൊരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയുന്നതാണോ മാന്യത? അലീന എന്തൊക്കെയാ പറയുന്നത്? അങ്ങോട്ട് ചോദിച്ചു നോക്ക്. സാറിന് എന്നോട് പ്രേമമാണെന്ന്. ദുഷ്യന്തനും ശകുന്തളയും റോമിയോയും ജൂലിയറ്റും പോലെ പ്രേമിക്കാന്ന്. കഷ്ടം. ഈ മനുഷ്യന്റെ വീട്ടിൽ ഇനി ഞാൻ താമസിക്കില്ല. കണ്ടാൽ എന്തൊരു മാന്യൻ. കയ്യിലിരിപ്പോ. വാ മണികണ്ഠ. എന്താ ചിരിച്ച? അബദ്ധം പറ്റി അല്ലേ? ഞാനാണെന്ന് കരുത അലീനോട് എന്തൊക്കെയാ പറഞ്ഞത്? നിനക്കെങ്ങനെ മനസ്സിലായി? എന്റെ മോഹനേട്ടൻ എനിക്കറിയാവുന്ന വേറെ ആർക്കറിയാം? മോഹനേട്ടൻ എന്തായാലും ഒരു പെണ്ണോട് അങ്ങനെ പെരുമാറില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നീയാണെന്ന് കരുതി അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ദേ നിൽക്കുന്നു ആ പെണ്ണ്. സാരമില്ല, അലീനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോളാം. അവക്കറിയില്ലല്ലോ ഈ നിൽക്കുന്നത് ഒരു സാധാരണയാണല്ല എന്ന്. അത് പോട്ടെ, അവളോട് എന്തൊക്കെയാ പറഞ്ഞേ? നീ പറഞ്ഞൊക്കെ തന്നെ. പ്രേമം അനർഘ ദീർഘം ഒഴുകുന്നൊരു അരുവിയാണ്. എനിക്ക് നിന്നോട് ഭയങ്കര പ്രേമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഐ ലവ് യു എന്നും പറഞ്ഞു. ഐ ലവ് യു. എന്റെ ഈശ്വര, ഇങ്ങനൊരു ഐ ലവ് യു പറയുന്നേക്കാട്ടിലും നല്ലത് പറയാതിരിക്കുന്നായിരുന്നു. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമിക്കാനും പ്രേമപൂർവ്വം സംസാരിക്കാനും ഒന്നും മോഹനകൃഷ്ണനെ കൊണ്ട് ഈ ജന്മത്താവില്ല എന്നത് സത്യഭാമയ്ക്കും നാട്ടുകാർക്ക് മുഴുവനും അറിയാവുന്ന സത്യമാണ്. എന്നാലും വില്ലേജ് ഓഫീസർ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് നമ്മൾ കണ്ടത്. മോഹനകൃഷ്ണന്റെ ഈ ശ്രമം പാളിയ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.